വിഴിഞ്ഞം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാത്രം വലിയ പ്രോജക്റ്റ് അല്ലല്ലോ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രോജക്റ്റാണല്ലോ അത്. സാധാരണഗതിയിൽ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില അഭിപ്രായ ഭിന്നതകൾ ഞങ്ങൾക്ക് LDF എന്ന നിലക്കുണ്ടായിരുന്നു. പക്ഷേ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ചിന്തിച്ച കാര്യം ആ പദ്ധതിയുടെ പൂർത്തീകരണം അതിലേക്ക് കടക്കുക എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ തർക്കം ഉന്നയിച്ച് നിന്നാൽ ഈ കരാറുകളൊക്കെ വന്നു കഴിഞ്ഞതാണ്. അപ്പോൾ അത് പദ്ധതി വല്ലാതെ താമസിപ്പിക്കുന്നതിനിടയാക്കും. നിയമപരമായ കുരുക്കും മറ്റ് കേസും അതിൻ്റെ ദശാബ്ദങ്ങൾ തന്നെ എടുത്തുനിന്ന് വരും. അപ്പോൾ പെട്ടെന്ന് പദ്ധതി നടപ്പാക്കുക എന്നുള്ള നിലയെടുത്തു. നടപ്പാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ച് അങ്ങനെ വന്നപ്പോഴാണ് അത് നടപ്പാകേണ്ടതില്ല എന്ന മട്ടിലും ചില ഇടപെടലുകൾ വന്നത്. ഏതായാലും നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിൽ അവരും നല്ല നിലക്ക് സംസ്ഥാനമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതിൽ ഏറിയ പങ്കും പണവും ചെലവഴിക്കേണ്ടി വന്നത് സംസ്ഥാന സർക്കാരിനാണ്. ഇപ്പോഴത്തെ നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് VGF ആയിട്ട് തന്ന തുക അതിന് വലിയ തുക തിരിച്ചു വാങ്ങുന്ന തരത്തിലുള്ള കടമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ VGF എന്ന് പറയുന്നത് ഇന്ത്യയിൽ എല്ലായിടത്തും ഇതേവരെ ഗ്രാൻറ്റാണ്, എവിടെ. പക്ഷേ ഈ കാര്യത്തിൽ ഗ്രാൻറ്റല്ല, നിങ്ങൾക്ക് കടമാണ്, അതിങ്ങനെ തിരിച്ചു തരണം എന്ന് പറയുമ്പോൾ അത് വലിയ എത്രയോ ഇരട്ടി തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുക. അങ്ങനെ ഒരു വ്യവസ്ഥയോടുകൂടിയാണ് നമ്മളേതായാലും അത് VGF സ്വീകരിക്കേണ്ടി ചെയ്തു. അത് കാരണം നമ്മളെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് ഇപ്പോൾ തൽക്കാലം ആ പണം കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്നുള്ള നില തന്നെയാണ് എടുത്തത്. പക്ഷേ ശരിയല്ലാത്ത വ്യവസ്ഥയാണ് അതിന് വെച്ചതെന്ന് അന്നേരവും പറഞ്ഞു, അതിപ്പോഴും പറയുന്നുണ്ട്. ഏതായാലും നമ്മൾ കാണേണ്ടത് പദ്ധതി യാഥാർത്ഥ്യമായതോടുകൂടി വലിയ വികസന സാധ്യതയാണ് കേരളത്തിൻ്റെ മുന്നിലുള്ളത്. അതിന് നമുക്ക് ആ ഔട്ടർ റിംഗ് റോഡൊന്ന് പൂർത്തിയാക്കാൻ കഴിയണം. ആ റെയിൽ കണക്ടിവിറ്റി പൂർണ്ണമാകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം വരുമ്പോൾ വലിയ സാധ്യത നമ്മുടെ സംസ്ഥാനത്തിന് മുന്നിൽ തുറന്നു കിട്ടും. ഇതാണ് കാണുന്നത്. അതിനകത്ത് തന്നെ CM പറഞ്ഞത് ഈ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഈ കഴിഞ്ഞൊരു ഈ സർക്കാരിൻ്റെ കാലത്ത് സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് സാമ്പത്തികമായിട്ട് നമ്മൾ ശരിക്കും ഞെരുക്കുകയായിരുന്നു. അപ്പം അതും കൂടെ വെച്ച് നോക്കുമ്പം ഇതെങ്ങനെ തരണം ചെയ്യാൻ സാധിച്ചു? ഒരു പ്രത്യേകിച്ച് വലിയ കേടുപാട് ഇല്ലാതെ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു അതിന് സെൻട്രൽ ഗവൺമെൻറ് ആണല്ലോ, സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇത് രണ്ടു കൂട്ടരും കാണേണ്ടത് രണ്ടു കൂട്ടരും കൂടി ചേർന്നുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പുരോഗതി. രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഒഴിവാക്കിക്കൊണ്ടല്ല വേണ്ടത്. എല്ലാ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണല്ലോ നമ്മുടെ രാജ്യം. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കേണ്ട സമീപനം. പക്ഷേ നിർഭാഗ്യവശാൽ ആ സമീപനമല്ല കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നേരെ വല്ലാത്ത ഒരു പ്രത്യേക എന്തോ ഒരു പകയോടെയുള്ള സമീപനമെന്ന് തോന്നുമാറുള്ള സമീപനം വന്നത്. അതിനോടാണ് ഞങ്ങൾക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ ആ ഘട്ടത്തിൽ പറയും. പക്ഷേ വിയോജിപ്പുള്ളത് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ബന്ധപ്പെടാതിരിക്കാൻ പറ്റില്ല. പിന്നെയും ബന്ധപ്പെടണം. വിയോജിപ്പുള്ളത് അപ്പോൾ പറയുക, ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെയും ബന്ധപ്പെടുക. ആ ബന്ധപ്പെടലിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ലഭിക്കുമെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമം തുടരുക. ഈ നേരത്തെ വിയോജിപ്പുള്ള കാര്യത്തിൽ തന്നെ അതിനു വേണ്ടി വീണ്ടും അവരെ സമീപിച്ച് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയുള്ളൊരു സമീപനമാണ് ഗവൺമെൻറ് തുടരുന്നത്, സംസ്ഥാന ഗവൺമെൻറ് തുടരുന്നത്. ഒരു ഞങ്ങളായിട്ട് വിരോധപരമായൊരു സമീപനം സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ സഹകരണത്തിൻ്റെതായ സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ പല കാര്യങ്ങളിലും നമുക്ക് അതിൻ്റേതായ ഒരു തിരിച്ചനുഭവമല്ല ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിന് അർഹതപ്പെട്ട പലതും നിഷേധിക്കുന്ന നില പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. അത് സാമ്പത്തിക സഹായത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, സാമ്പത്തിക രംഗത്ത് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായി. അതിപ്പോൾ ഏറെക്കുറെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യരംഗം എല്ലാവരും മെച്ചപ്പെട്ടതാണെന്ന് സമ്മതിക്കുന്നതാണല്ലോ. പക്ഷെ നമുക്ക് എയിംസ് ഇല്ലല്ലോ. എയിംസിൻ്റെ കാര്യത്തിൽ പലതവണ പ്രധാനമന്ത്രിയായിട്ടടക്കം സംസാരിച്ചതാണ്. ആ സംസാരമൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഫീലിംഗ് ഇപ്പോൾ കിട്ടുന്നതാണ്.
പക്ഷേ പിറ്റത്തെ പ്രഖ്യാപനം വരുമ്പോൾ എയിംസ് അതിലില്ല. ഇതൊരു തവണയല്ല, പലതവണ സംഭവിച്ചതാണ്. അതുകൊണ്ട് ഇനി അവരെ സമീപിക്കേണ്ടത് വെക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത തവണ ആരോഗ്യമന്ത്രി നന്ദയാണല്ലോ, അദ്ദേഹത്തെ കൂടി കണ്ട് സംസാരിക്കണമെന്ന് ഉദ്ദേശിച്ച് നിൽക്കുകയാണ് ഞാൻ. അങ്ങനെ നമ്മുടെ ശ്രമം തുറന്നുകൊണ്ടേയിരിക്കുക. കാരണം സംസ്ഥാനത്തിൻ്റെ ആവശ്യമല്ലേ, അതിനുവേണ്ടി ശ്രമം തുടരണമല്ലോ. അനുവദിക്കേണ്ടത് അവരാണ്. അനുവദിക്കാതിരിക്കുന്നതിലുള്ള വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞൊന്നും വരും. ഈ പല പ്രോജക്റ്റിൽ ഈ ബ്രാൻഡിങ് വേണമെന്ന് കേന്ദ്രം ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് എത്രത്തോളം സ്വീകാര്യമാണ് അങ്ങനെ ഒരു? അതെ, ബ്രാൻഡിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പം ചില ബ്രാൻഡിങ് നമ്മൾ അവസാനം അംഗീകരിച്ച് കൊടുത്തു. അതിപ്പോൾ പിന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളുടെ കാര്യത്തിലൊരു കളറടിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അത് സാധാരണക്കാർക്കും മനസ്സിലാകാത്തൊരു കാര്യമാണത്. നമ്മൾ ആ ബ്രാൻഡിങ്ങിന് അവർ തരുന്ന പൈസക്ക് മാത്രമല്ലല്ലോ, നമ്മൾ സംസ്ഥാനവും പൈസ ചെലവിടുന്നുണ്ടല്ലോ. പക്ഷേ പിന്നെ അതിൻ്റെ മേലൊരു തർക്കം വേണ്ട എന്നുള്ളത് അത് അംഗീകരിച്ചു. തർക്കമായിട്ട് നിൽക്കുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ലൈഫിൻ്റെ ഭാഗമായിട്ട് അതിൽ ഏറിയ തോതിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത് 1500 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് 2500 രൂപ അല്ല, 1,50,000 രൂപ, 2,50,000 കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. ആ ഭാഗം അവർ പറഞ്ഞത് നിങ്ങളൊരു ലോഗോ വെക്കണം, ആ ലോഗോയിൽ ഫോട്ടോ കാര്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ശരിയല്ല. ഞങ്ങളിപ്പോൾ അന്ന് ഈ 4.5 ലക്ഷത്തിലധികമൊന്നും ആയിട്ടില്ല വീട്, 3 ലക്ഷത്തിലധികം തോന്നുന്നു ആയത്, 4 ലക്ഷത്തിനടുത്തെത്തുന്നു. അപ്പോൾ 3 ലക്ഷത്തിലധികം വീടിപ്പോൾ ആയിക്കഴിഞ്ഞു. അന്ന് പറഞ്ഞതാണ്. ആ വീട്ടിൽ ഒരിടത്തും ഞങ്ങൾ ഈ ഒരു ലോഗവും വെച്ചിട്ടില്ല, ആരെയും ഫോട്ടോ ഇല്ല. ആ വീട് അവരതാണ്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അതിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ അവർ നിർബന്ധിച്ചു നിന്നു. അവസാനം ഒരു ഘട്ടത്തിൽ അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിയുമായിട്ട് സംസാരിക്കാനിടയായി. അപ്പോൾ തീർത്ത് പറഞ്ഞു അത് അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ സഹായം തരാൻ പറ്റില്ല എന്നൊരു, സഹായം തന്നില്ലെങ്കിൽ വേണ്ട എന്ന് ഞങ്ങൾ വെക്കും, ഞങ്ങൾ ഏതായാലും ഈ കാര്യം ചെയ്യില്ല എന്നിപ്പോൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അവരാണ് പുനരാലോചിക്കേണ്ടത്, പുനരാലോചിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു ന്യായവും അതിനില്ല. ഇതിൻ്റെ പണം ചെലവിടുന്ന കാര്യം മാത്രമല്ല, ഈ ആളുകളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഒരു ബോർഡ് അതിൻ്റെ മുമ്പിൽ വെച്ച് ഇതാരോ കൊടുത്തൊരു വീടാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് സംസ്ഥാനം കാണുന്നത്. ഈ കഴിഞ്ഞൊരു 9 വർഷത്തെ കാലം എടുത്ത് നോക്കിയാൽ വേറെ ഒരു മുഖ്യമന്ത്രിയും ഫേസ് ചെയ്യാത്ത അത്ര പ്രതിസന്ധികളെ ഫേസ് ചെയ്ത ഒരാളാണ്. ഇപ്പോൾ പ്രളയമാണെങ്കിലും നിപ ആണെങ്കിലും കോവിഡ് ആണെങ്കിലും വയനാട് ദുരന്തമാണെങ്കിലും ഇതിലൊക്കെ ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് CMന് തോന്നിയത് ഏതാണ്? ഇത്രയും വലിയ ഒരു ലോങ് ലിസ്റ്റിൽ അല്ല, ഓരോ പ്രതിസന്ധിയല്ലേ. അതിപ്പോൾ ഓരോന്നെടുത്താലും നാടിനെ വല്ലാതെ ബാധിക്കുന്നതാണല്ലോ. ഏത് പ്രശ്നം വന്നാലും, ഇപ്പോൾ ഒരു പ്രശ്നം വന്നു, ഇപ്പോൾ നിപ്പ വന്നു, അത് എത്രത്തോളം പടരുമെന്ന് നമുക്കറിയില്ലല്ലോ. അന്നേരം അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ പ്രളയം നൂറ്റാണ്ടിലെ മഹാപ്രളയമല്ലേ വന്നത്, അത് കേരളത്തെ ആകെ അങ്ങ് തകർത്തടിക്കുന്ന നിലയായിരുന്നില്ലേ. അപ്പോൾ അതിൽ നമ്മൾ കരകയറുക എന്നുള്ളത് വലിയ പ്രശ്നമായിരുന്നല്ലോ. നമ്മുടെ കോവിഡ് വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ലോകമാകെ വല്ലാതെ വിറങ്ങലിച്ചു പോകുന്ന അവസ്ഥയല്ലേ ഉണ്ടായത്. പക്ഷെ നമുക്ക് അതിനെയൊക്കെ, കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നാടിൻ്റെ ഐക്യവും ജനങ്ങളുടെ ഒരുമയും ഒക്കെയാണ്. അതിനെ ഒന്നിച്ച് നിർത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നത് അതിന് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ജനങ്ങളും നാടും ഒരേ മനസ്സോടെ അണിനിരന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കതിനെ അതിജീവിക്കാൻ കഴിഞ്ഞത്. ആര് സഹായിച്ചില്ല എന്നുള്ളതൊന്നും നമ്മുടെ മുമ്പിലൊരു പ്രശ്നമായിട്ടേ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഉണ്ടായ നേട്ടം ലോകം തന്നെ നമ്മുടെ നാടിനെ നോക്കി അത്ഭുതപ്പെടുകയാണ്, എങ്ങനെയാണ് ഇങ്ങനെ അതിജീവിച്ച് വന്നത്. കാരണം സഹായിക്കേണ്ടവർ സഹായിക്കുന്നില്ല, സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നവരോടടക്കം ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നമ്മൾ തകർന്നു പോയില്ലല്ലോ. അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ നാടിന് ആ കരുത്തുണ്ട്. ആ കരുത്ത് അതേ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്ന് മാത്രമേ ഉള്ളൂ.